ക്രിസ്മസ് അപ്പൂപ്പൻ എപ്പോഴാ വരിക? പാതിരാത്രിയാവും. എന്റെ കുട്ടികൾ ഉറങ്ങിക്കോളൂ. ക്രിസ്മസ് അപ്പൂപ്പൻ വന്നാ മുത്തശ്ശി വിളിക്കാട്ടോ. എനിക്ക് ക്രിസ്മസ് അപ്പൂപ്പന്റെ വണ്ടി കാണണം. എല്ലാം കാണാം. നേരം ഒരുപാടായില്ലേ, നമുക്ക് ഉറങ്ങാം. ഉറങ്ങിയാലേ ക്രിസ്മസ് അപ്പൂപ്പൻ വരൂ. ഗുഡ് നൈറ്റ് ബേബീസ്. ഗുഡ് നൈറ്റ് അമ്മേ. എപ്പോഴായിരിക്കും ക്രിസ്മസ് അപ്പൂപ്പൻ വരിക? എനിക്ക് കാണാൻ കൊതിയായി. ഉറങ്ങിയാൽ വരുമെന്നല്ലേ മുത്തശ്ശി പറഞ്ഞത്? നമുക്ക് വേഗം ഉറങ്ങാം. ഇത്ര നേരമായി ഞങ്ങൾ ക്രിസ്മസ് അപ്പൂപ്പനെ കാണാൻ കാത്തിരിക്കുന്നു എന്നറിയോ? എവിടെയായിരുന്നു ഇത്രയും നേരം? എത്ര നാടുകളിലെ കുട്ടികളുടെ അടുത്ത് പോയിട്ടാണ് ഞാൻ വരുന്നതെന്ന് അറിയാമോ മോൾക്ക്? വണ്ടി കൊണ്ടുവന്നിട്ടുണ്ടോ? വണ്ടി ഇല്ലാതെ ഞാൻ എങ്ങനെയാ എന്റെ കുട്ടികളുടെ അടുത്ത് എത്തുക? പുറത്തുണ്ട്, കാണണോ? വേണം. എന്നാൽ വാ. ക്രിസ്മസ് അപ്പൂപ്പ, വണ്ടി ഇത്ര ദൂരം സഞ്ചരിച്ചിട്ടും നല്ല ക്ലീൻ ആയിരിക്കുന്നല്ലോ. എന്താ അതിന്റെ കുട്ടൻസ്? നിങ്ങളുടെയൊക്കെ സ്നേഹം. അപ്പൂപ്പ, ഈ റെയിൻഡിയർ വലിക്കുന്ന വണ്ടിയൊക്കെ മാറ്റാനായിട്ടോ. നല്ല അടിപൊളി ഇലക്ട്രിക് വണ്ടി എടുക്കണം. സാധനങ്ങളൊക്കെ നല്ല വിശാലമായി വെക്കാൻ പറ്റുന്ന വലിയ വണ്ടി വാങ്ങണം. ഒരു രാത്രി കൊണ്ട് എവിടെയൊക്കെയോ ഉള്ള എത്ര കുട്ടികളെ കാണാനുള്ളതാ. അപ്പോ നല്ല സ്പീഡും മൈലേജും ഒക്കെ വേണ്ടേ? അങ്ങനെയാണെങ്കിൽ അപ്പൂപ്പന് ഇത്രയും ദൂരെ വന്ന് കഷ്ടപ്പെടേണ്ടതില്ലല്ലോ. ഇപ്പൊ ഏത് നാട്ടിൽ നിന്നും ഏത് കുട്ടിക്കും സമ്മാനങ്ങൾ കൊറിയർ ചെയ്താ പോരെ. പക്ഷേ അപ്പൂപ്പന് കുട്ടികളായ നിങ്ങളെ നേരിട്ട് കാണാൻ പറ്റുമോ? ഇങ്ങനെ നേരിട്ട് വന്ന് കഥകളും തമാശകളും ഒക്കെ പറയാൻ പറ്റുമോ? അതും ശരിയാണ്. റെയിൻഡിയർ വലിക്കുന്ന മണി കിലുങ്ങുന്ന ഈ വണ്ടിയല്ലേ നാടൊട്ടുക്കും ശരിക്കും ക്രിസ്മസിന്റെ വരവറിയിക്കുന്നത്. ഞങ്ങളൊന്ന് വണ്ടി കയറ്റാമോ? അതിനെന്താ, നമുക്കൊന്ന് ചുറ്റിയടിച്ചു വരാം. ക്രിസ്മസ് അപ്പൂപ്പൻ വന്നു, ഞാൻ കണ്ടു. ഞാനും കണ്ടു. ദേ അങ്ങോട്ട് നോക്ക്. നമുക്ക് പോയി നോക്കാം. മുത്തശ്ശി, ഞങ്ങള് ക്രിസ്മസ് അപ്പൂപ്പനെ കണ്ടു. മുത്തശ്ശി കണ്ടോ? ഓ കണ്ടു. എന്റെ കുട്ടികൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് ഒരു സമ്മാനവും തന്നിട്ടാണ് ക്രിസ്മസ് അപ്പൂപ്പൻ പോയത്. ദാ നോക്ക്. ഹായ്, എന്ത് സമ്മാനം മുത്തശ്ശി? തുറന്നു നോക്ക്. ഇതാണ് ക്രിസ്മസ് കേക്ക്. ക്രിസ്മസ് കേക്കിന്റെ കഥ കേട്ടിട്ടുണ്ടോ എന്റെ കുട്ടികള്? ഇല്ല മുത്തശ്ശി, പറഞ്ഞു തരുവോ? എന്നാ കേട്ടോ. പണ്ടൊരു കാട്ടിൽ ഒരു സിംഹരാജാവ് ഉണ്ടായിരുന്നു. സിംഹരാജാവ് തന്റെ പ്രജകളെ വളരെയധികം സ്നേഹിച്ചിരുന്നു. പക്ഷേ ആ കാട്ടിലെ മറ്റു മൃഗങ്ങൾ തമ്മിൽ എപ്പോഴും അടിപിടിയാണ്. ഇത് പലപ്പോഴായി നമ്മുടെ രാജാവ് നടക്കാൻ ഇറങ്ങുമ്പോൾ കാണാറുണ്ടായിരുന്നു. ഇത് കണ്ട് രാജാവിന് വളരെയധികം സങ്കടമായി. ഇതിനൊരു അവസാനം കാണണമെന്ന് രാജാവ് തീരുമാനിച്ചു. ക്രിസ്മസ് അടുത്തപ്പോൾ രാജാവ് പ്രഖ്യാപിച്ചു, ഞാൻ പലപ്പോഴായി കാണുന്നു, നമ്മുടെ ഈ രാജ്യത്ത് ആർക്കും തമ്മിൽ ഒരു സ്നേഹവുമില്ല. അതിനാൽ ഈ വർഷം രാജ്യത്ത് ക്രിസ്മസ് ആഘോഷങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല. ഇത് കേട്ട് എല്ലാവരും സങ്കടത്തിലായി. കുട്ടികൾ കരയാൻ തുടങ്ങി. കാരണം ക്രിസ്മസ് ഇല്ലെങ്കിൽ ക്രിസ്മസ് അപ്പൂപ്പൻ വരില്ല, സമ്മാനങ്ങളും കിട്ടില്ല. ഇതെല്ലാം കണ്ട് ഒരു ബുദ്ധിമാനായ മുയൽ അവിടെ നിൽപ്പുണ്ടായിരുന്നു. പെട്ടെന്നാണ് അവനൊരു ഐഡിയ തോന്നിയത്.
ക്രിസ്മസ് ആഘോഷിച്ചിരിക്കും. പക്ഷെ എങ്ങനെ? രാജാവ് പറഞ്ഞതാ. അതിനൊക്കെ വഴിയുണ്ട്. നിങ്ങൾ എല്ലാവരും ഓരോ കേക്കുകൾ വീതം ഉണ്ടാക്കണം. എന്നിട്ട് ക്രിസ്മസിന്റെ തലേ ദിവസം കേക്കുകളുമായി കൊട്ടാരത്തിലെത്തണം. രാജാവ് നിങ്ങളെ കാണുവാൻ കൊട്ടാരത്തിന് മുന്നിലെത്തുമ്പോൾ നിങ്ങൾ പരസ്പരം കേക്കുകൾ കൈമാറണം. കൂടാതെ തമ്മിൽ കെട്ടിപ്പിടിക്കണം. അങ്ങനെ എല്ലാവരും മുയൽ പറഞ്ഞത് സമ്മതിച്ചു. അങ്ങനെ ക്രിസ്മസിന്റെ തലേ ദിവസം വന്നെത്തി. മുയൽ ആവശ്യപ്പെട്ട പ്രകാരം എല്ലാ പ്രജകളും കേക്കുമായി എത്തി. മുയൽ രാജാവിന്റെ അടുത്തെത്തിയിട്ട് പറഞ്ഞു, അങ്ങയെ കാണുന്നതിന് എല്ലാ പ്രജകളും കൊട്ടാരത്തിന് മുന്നിൽ എത്തിയിരിക്കുന്നു. രാജാവ് ഉടനെ ഉമ്മറത്തെത്തി. രാജാവിനെ കണ്ട ഉടനെ മുയൽ നൽകിയിരുന്ന നിർദ്ദേശപ്രകാരം എല്ലാരും കേക്കുകൾ കൈമാറി. അടുത്തു കണ്ട ആൾക്ക് ആലിംഗനവും നൽകി. ഇത് കണ്ട് രാജാവിന് വളരെ സന്തോഷമായി. അങ്ങനെ രാജാവ് വീണ്ടും ക്രിസ്മസ് ആഘോഷം നടപ്പിലാക്കി. അങ്ങനെ അവർ സന്തോഷത്തോടെ ക്രിസ്മസ് ആഘോഷിച്ചു. അന്നു മുതൽ കേക്ക് ക്രിസ്മസ് ആഘോഷത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ. ടോമി, നീ എന്തെടുക്കുക? വിളിച്ചിട്ട് കേൾക്കുന്നുമില്ലല്ലോ. ഇവൻ ഇതെവിടെ പോയി? ടോമി നിൽക്ക്, എവിടേക്കാ നീ പോകുന്നത്? ഇങ്ങ് വന്നേ. അങ്ങനെ ഒറ്റയ്ക്ക് പുറത്തിറങ്ങി നടക്കാൻ പാടില്ല. എന്തെങ്കിലും ആപത്തിൽ ചെന്ന് ചാടും. നീ ഇങ്ങനെ പറയാതെ വീടിന് പുറത്തിറങ്ങി നടന്നാൽ അമ്മയ്ക്ക് നിന്നെ നഷ്ടപ്പെടില്ലടാ. അമ്മ എന്തിനാ ഇങ്ങനെ വെറുതെ ടെൻഷൻ അടിക്കുന്നത്? ഞാൻ ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ. ഹലോ, ടോമിയുടെ ടീച്ചറല്ലേ? അതെ, ആരാണ്? ഞാൻ ടോമിയുടെ മദറാണ്. പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ടോമിയുടെ വിശേഷങ്ങൾ തന്നെ. ടീച്ചർ അവനെ ഒന്ന് ശ്രദ്ധിക്കണം. അവൻ ഇപ്പോഴായിട്ട് തീരെ ശ്രദ്ധയില്ല. ഇടയ്ക്കിടയ്ക്ക് ആരോടും പറയാതെ പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. ഇന്ന് തന്നെ ഞാൻ എന്തോ ഭാഗ്യത്തിന് കണ്ടതാ. എവിടെയെങ്കിലും ആരും കാണാതെ ഒറ്റപ്പെട്ടു പോയാലോ? പേടിക്കാതിരിക്കൂ, നമുക്ക് വഴിയുണ്ടാക്കാം. അപ്പോൾ പഠിപ്പിച്ചതെല്ലാം ഓർമ്മയില്ലേ? നാളത്തെ ഹോംവർക്ക് നോട്ട് ചെയ്ത് വെച്ചോളൂ. നാളെ വരുമ്പോൾ എല്ലാവരും നിങ്ങളുടെ പേരൻസിന്റെ മൊബൈൽ നമ്പർ പഠിച്ചിട്ട് വരണം. എന്തിനാണെന്ന് മനസ്സിലായെങ്കിലും നിങ്ങൾ എവിടെയെങ്കിലും തനിച്ചായി പോകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ആപത്തിൽപ്പെട്ടു പോകുമ്പോൾ ആ മൊബൈൽ നമ്പർ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇപ്പോൾ മനസ്സിലായോ? മനസ്സിലായി ടീച്ചർ. ഞാൻ പഠിച്ചേ. ഗുഡ് ഗേൾ. ടോമി, നിനക്ക് പഠിക്കാനും ഹോംവർക്ക് ചെയ്യാനും ഒന്നും ഇല്ലേ? എല്ലാം കഴിഞ്ഞു. കഴിഞ്ഞ തവണ അമ്മ വന്നപ്പോ നിന്നെ കിട്ടിയില്ല. ഈ തവണ നിന്നെ ഞാൻ വിടില്ല. ടോമി നിൽക്ക്, ദൂരേക്ക് പോകല്ലേ, അമ്മ വഴക്ക് പറയും. നിൽക്ക്. അയ്യോ ജോമി, അലക്സ്, അയ്യോ ഞാനിത് എവിടെയാ? എനിക്ക് അമ്മയെ കാണണം. എന്ത് പറ്റി? എന്തിനാ മോൻ കരയുന്നത്? എനിക്ക് വഴി തെറ്റി. എന്നെ എന്റെ അമ്മയുടെ അടുത്തെത്തിക്കാമോ പ്ലീസ്? മോന് വീട്ടിലേക്കുള്ള വഴി അറിയാമോ? ഇല്ല.
അമ്മയുടെയോ അച്ഛന്റെയോ മൊബൈൽ നമ്പർ അറിയാമോ? ഇല്ല, ടീച്ചർ പറഞ്ഞപ്പോ കേട്ടാ മതിയായിരുന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എന്നോട് ക്ഷമിക്കും മമ്മി, ഞാനിനി ഒറ്റയ്ക്ക് എങ്ങോട്ടും പോകില്ല. ജോമി പാർക്കിലെ സെക്യൂരിറ്റിയുടെ ഫോണിൽ നിന്ന് എന്റെ ഫോണിലേക്ക് വിളിച്ചത് കൊണ്ടാണ് കൃത്യസമയത്ത് ഇവിടെ എത്താൻ കഴിഞ്ഞത്. അവൾ എന്റെ മൊബൈൽ നമ്പർ കാണാതെ പഠിച്ചത് ഗുണം ചെയ്തു. താങ്ക് യു ജോമി. ഹായ്, നല്ല നെയ്യപ്പത്തിന്റെ മണം. അമ്മ നെയ്യപ്പം ഉണ്ടാക്കുന്നുണ്ടെന്ന് തോന്നുന്നു. വാ പോയി നോക്കാം. അമ്മേ, മുത്തശ്ശി എവിടെ പോയി? കോഴികളെ നോക്കി പുറത്തുണ്ട്. മുത്തശ്ശി, അമ്മ അടിപൊളി നെയ്യപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്, കണ്ടോ? എങ്ങനെയുണ്ട് നെയ്യപ്പം? ഇഷ്ടമായോ? അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇതെങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് മുത്തശ്ശിക്ക് അറിയാമോ? ഇത് നല്ല വറുത്ത അരിപ്പൊടിയും ശർക്കരയും എള്ളും പഴവും നെയ്യും ഏലക്കായും എല്ലാം ചേർത്ത് എണ്ണയിലിട്ട് വറുത്തെടുക്കുന്നതാണ്. നല്ല രസമുണ്ട് കഴിക്കാൻ. ഇനി എന്നും അമ്മയോട് ഉണ്ടാക്കി തരാൻ പറയണം. അയ്യോ അയ്യോ, മുത്തശ്ശി, എന്റെ നെയ്യപ്പം കാക്ക തട്ടിപ്പറിച്ചു കൊണ്ടുപോയി. കരയണ്ട, മുത്തശ്ശി വേറെ എടുത്തു തരാം. കരയല്ല മോളെ. എന്ത് പറ്റി? എന്തിനാ കരയുന്നത്? അവളുടെ നെയ്യപ്പം കാക്ക തട്ടിപ്പറിച്ചു കൊണ്ടുപോയി. ഓ, അതാണോ കാര്യം? അത് സാരമില്ല, പോട്ടെ. ദാ ഇവിടെ ഇനിയും ഉണ്ടല്ലോ നെയ്യപ്പം. മുത്തശ്ശി, എന്നാൽ ഇന്ന് ഒരു കാക്കയുടെ കഥ പറഞ്ഞു തരുമോ? അതിനെന്താ, എന്നാൽ ഇന്ന് മോളുടെ നെയ്യപ്പം കട്ടുകൊണ്ടുപോയ ആ കാക്കയുടെ കഥ തന്നെ ആവട്ടെ. മോളുടെ നെയ്യപ്പവുമായി കാക്ക നേരെ പോയത് ഒരു കാട്ടിലേക്കാണ്. അപ്പോഴാണ് ഒരു കുരങ്ങൻ അതുവഴി വന്നത്. പെട്ടെന്നാണ് നെയ്യപ്പത്തിന്റെ മണം കുരങ്ങന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. എവിടെ നിന്നാണ് ഈ മണം വരുന്നത്? കുരങ്ങൻ മണം വരുന്ന സ്ഥലത്തേക്ക് ലക്ഷ്യം വെച്ച് നടന്നു. നല്ല നെയ്യപ്പത്തിന്റെ മണമാണല്ലോ. ഈ കാട്ടിലിപ്പോ ഇതാരാണ് ഇത്രയും മണമുള്ള നെയ്യപ്പം ഉണ്ടാക്കാൻ? അതും ഞാൻ അറിയാതെ. ഇത് കണ്ട കൊതിയനായ കുരങ്ങൻ മുളച്ചിറക്കി. അപ്പോ അവിടെ നിന്നാണ് മണം വന്നത്. ഇവൾക്ക് ഇത് എവിടുന്ന് കിട്ടി? ആ നെയ്യപ്പം കുറച്ച് ചോദിച്ചു നോക്കിയാലോ? അങ്ങനെ ചോദിച്ച ഉടനെ തന്നെ തരാൻ മാത്രം മണ്ടിയല്ല. എന്തെങ്കിലും ഒരു സൂത്രം ഒപ്പിക്കണം. സൂത്രത്തിൽ ചോദിച്ചാലേ കിട്ടൂ. കറുപ്പ് എനക്ക് പിടിച്ച കളറേ തന്നെ താനേ. എന്താ കുരങ്ങച്ചാരെ, പാട്ടൊക്കെ പാടി നല്ല സന്തോഷത്തിലാണല്ലോ. അത് പിന്നെ എന്റെ പാട്ട് നിങ്ങൾക്കൊക്കെ അല്ലേ കേൾക്കാൻ ഇഷ്ടമില്ലാത്തത്? എന്റെ പാട്ട് കൊണ്ട് എന്നെ പണ്ട് നാട് കടത്തിയവരല്ലേ നിങ്ങൾ. എനിക്ക് എന്റെ പാട്ട് അന്നും ഇന്നും ഭയങ്കര ഇഷ്ടമാണ്. പാട്ട് പാടുമ്പോഴും പാട്ട് കേൾക്കുമ്പോഴും കിട്ടുന്ന സന്തോഷം നിങ്ങളെപ്പോലെ സംഗീതബോധമില്ലാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. ആര് പറഞ്ഞു എനിക്ക് സംഗീതബോധമില്ല എന്ന്? കുയിൽ റഹ്മാന്റെ മ്യൂസിക് ട്രൂപ്പിൽ പാടാൻ ക്ഷണം കിട്ടിയതാ എനിക്ക്. ഞാൻ പോവാഞ്ഞിട്ടല്ലേ? ഓ പിന്നെ ഉളുവടിക്കാതെ. ഉളുവടിച്ചതല്ല, സത്യം പറഞ്ഞാൽ എന്റെ പാട്ടിനോട് മത്സരിക്കാൻ കുയിൽ റഹ്മാന് പോലും ആവില്ല. അതുകൊണ്ടല്ലേ അങ്ങേരുടെ ട്രൂപ്പിലേക്ക് പാടാൻ വിളിച്ചത്. അപ്പോൾ അതാണ് കാര്യം.
എന്ത് കാര്യം? ഈയിടെയായി കാട്ടിലൊരു സംസാരമുണ്ട്. എന്ത് സംസാരം? എന്നേക്കാൾ നല്ല പാട്ട് നിന്റെയാണെന്ന്. അത് സത്യമാണോ എന്നറിയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ശരിയാണോ എന്നറിയാൻ നമുക്കൊരു മത്സരം വെച്ചാലോ? എന്താ? അതിനെന്താ, ഞാൻ റെഡി. എന്നാൽ തുടങ്ങിയേക്കാം. ആദ്യം നിന്റെ പാട്ട് തന്നെ ആയിക്കോട്ടെ. കറുപ്പിനഴക്, ഓ വെളുപ്പിനഴക്. ഓ, നിർത്ത്. ഇങ്ങനെയാണോ പാടുക? സംഗതി വന്നില്ല. പാടുമ്പോ ശരീരം അതിൽ ലയിച്ചില്ലാതാകണം. പാടുമ്പോൾ നമ്മളറിയാതെ ആടണം. ഓക്കെ, എന്നാതാ പിടിച്ചോ. കറുപ്പിനഴക്, ഓ വെളുപ്പിനഴക്. അയ്യോ! കാക്ക ആടിപ്പാടിയപ്പോൾ നെയ്യപ്പം പെട്ടെന്ന് താഴേക്ക് വീണു. താങ്ക്സ്. എന്നാൽ ഞാൻ അങ്ങോട്ട്. നിന്റെ പാട്ട് തന്നെ സൂപ്പർ. എടാ കള്ളക്കുരങ്ങ, പണി പറ്റിച്ചില്ലേ? കുരങ്ങൻ നെയ്യപ്പം കിട്ടിയ സന്തോഷത്തിൽ നടന്നുപോയി. അപ്പോഴാണ് അതുവഴി നമ്മുടെ ആനക്കുട്ടി നടന്നു വന്നത്. അയ്യോ, ആനക്കുട്ടിയല്ലേ വരുന്നത്. അവൻ ഈ നെയ്യപ്പം കണ്ടാൽ വേണ്ടി വരും. അവന് മൂക്കിൽ വലിക്കാൻ പോലും ഇത് കാണില്ല. എന്നാലും അവൻ കാണാതെ ഇത് ഒളിപ്പിച്ചു വെക്കാം. ആ, എങ്ങോട്ടാ കുരങ്ങച്ച പതിവില്ലാതെ? ഹേയ്, ഒന്നുമില്ല. ഒരു മോർണിംഗ് വാക്കിന് ഇറങ്ങിയതാ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമല്ലേ? എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. മോർണിംഗ് വാക്ക് ഉച്ചക്ക്? സത്യം പറ, എന്താ ഒരു കള്ളലക്ഷണം? ഹേയ്, അത് ജന്മനാ ഉള്ളതാ. ഒന്നുമില്ല, നിനക്ക് തോന്നുന്നതാ. അതെനിക്കറിയാം. എന്താ നിന്റെ കയ്യിൽ? നോക്കട്ടെ. ഒന്നുമില്ല, ദാ കണ്ടില്ലേ? അപ്പോഴാണ് കാക്ക അതുവഴി വന്നത്. ആനച്ചാരെ, ഈ കുരങ്ങൻ എന്റെ കയ്യിൽ നിന്നും നെയ്യപ്പം സൂത്രത്തിൽ കൈക്കലാക്കി. അമ്പട കള്ള. അപ്പൊ അതാണല്ലേ എന്റെ മുന്നിൽ ഒളിച്ചു കളിച്ചത്? അത് പിന്നെ നല്ല നെയ്യപ്പം കഴിച്ചിട്ട് കാലം കുറെ ആയി. നിനക്ക് എന്നോട് ചോദിച്ചാ പോരായിരുന്നോ? ഞാൻ തരുമായിരുന്നല്ലോ. ആ നെയ്യപ്പം ഇങ്ങു തന്നെ, നമുക്കെല്ലാവർക്കും വീതിച്ചെടുക്കാം. അതല്ലേ കാട്ടിലെ നിയമം. അങ്ങനെ ആ നെയ്യപ്പം അവർ പരസ്പരം വീതിച്ചു കഴിച്ചു. സൂത്രത്തിൽ നേടുന്നതൊന്നും ശാശ്വതമല്ല. ഇതെന്താണ് ടോമി, നിന്നോട് എത്ര പറഞ്ഞാലും കേൾക്കില്ല. ഫ്രിഡ്ജിലുള്ള എല്ലാ മിഠായികളും ഇങ്ങനെ എടുത്തു കഴിച്ചാൽ നിനക്ക് വല്ല അസുഖവും വരും കേട്ടോ. കുറെ കാലമായി കുട്ടികൾക്ക് എല്ലാവർക്കും കൂടി എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണമെന്ന് വിചാരിക്കുന്നു. ഇന്ന് എല്ലാവരും ഉണ്ടല്ലോ, ഇന്ന് തന്നെ ആയിക്കോട്ടെ. അതിന്റെ ഒന്നും ആവശ്യമില്ല. ടോമി വീട്ടിലെത്തിയാൽ ഏതു നേരം തീറ്റയാണ്. ഞാൻ ഇന്നും കൂടി അവനെ വഴക്ക് പറഞ്ഞിട്ടേ ഉള്ളൂ. പിള്ളേരല്ലേ, എന്റെ ഒരു സന്തോഷത്തിന് ഞാൻ എല്ലാവരെയും വിളിക്കാം. നിന്റെ ഇഷ്ടം. മക്കളെ, എല്ലാവരും ഇങ്ങ് വന്നേ. ഇന്ന് ആന്റിയുടെ വക എല്ലാവർക്കും ഐസ്ക്രീം. ടോമി, പോകുന്നതൊക്കെ കൊള്ളാം. പോയിട്ട് ആന്റിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞ് ശല്യം ചെയ്യരുത്. വാശി പിടിക്കരുത്. നല്ല കുട്ടിയായിരിക്കണം. നീ അവനെ അങ്ങനെ കൊച്ചാക്കൊന്നും വേണ്ട. അവൻ നല്ല കുട്ടിയാണല്ലോ, അല്ലേ മോനെ? ഊവ്, നിനക്ക് തികച്ചറിയാഞ്ഞിട്ടാ അവനെ. നീ വരുന്നില്ലേ? ഇല്ല, നിങ്ങൾ പോയിട്ട് വാ. ടോമിയുടെ അച്ഛൻ വരാൻ സമയമായി. ഞാൻ ഇവിടെ ഇല്ലേ, ഇപ്പൊ വിളി തുടങ്ങും. സൂക്ഷിച്ചു പോണേ. ഇവിടെ അടുത്തേക്കല്ലേ, കാറുണ്ടല്ലോ. ഞാൻ വേഗം വീട്ടിൽ കൊണ്ടാക്കാം. കുട്ടികളെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐസ്ക്രീം വാങ്ങി കഴിച്ചോ? ഏതാണെന്ന് പറഞ്ഞാൽ മതി, ആ ചേട്ടൻ എടുത്തു തരും. എനിക്കൊരു വലിയ വാനില ഐസ്ക്രീം. എന്നാൽ എനിക്കൊരു ചോക്ലേറ്റ്. എനിക്കൊരു സ്ട്രോബെറി. ഓ, എന്നാൽ എനിക്ക് എല്ലാം വേണം. എല്ലാം ഓരോ സ്ക്യൂബ് വീതം
പോന്നോട്ടെ. ഹേ, അയ്യോ, എന്റെ ഐസ്ക്രീം താഴെ പോയല്ലോ. നീ എന്തിനാ എല്ലാം കൂടി ഒരുമിച്ച് പറഞ്ഞത്? അതുകൊണ്ടല്ലേ അത് മുഴുവൻ നിലത്ത് പോയത്. കഴിക്കാൻ ഒരു സ്ക്യൂബ് തന്നെ ധാരാളമാണ്, അത് ഏത് ഫ്ലേവർ ആയാലും. സാരമില്ല, പോട്ടെ, നമുക്ക് വേറെ വാങ്ങാം. എന്നാൽ എനിക്ക് ഏതെങ്കിലും ഒരു ഫ്ലേവർ, ഒരു സ്ക്യൂബ് മാത്രം മതി. ചില്ലിൻകൂട്ടിൽ കേറിക്കൂടി എന്നെപ്പോലെ ചേർന്നിരിക്കും. ഞാൻ കരഞ്ഞാലോ നീ കരഞ്ഞിടും, ഞാൻ ചിരിച്ചാലോ നീ ചിരിക്കും. ഞാൻ കരഞ്ഞാലും നീ കരഞ്ഞിടും, ഞാൻ ചിരിച്ചാലും നീ ചിരിക്കും. ചില്ലിൻകൂട്ടിൽ കേറിക്കൂടി എന്നെപ്പോലെ ചേർന്നിരിക്കും. കാലിൽ ചാരി നിന്നും ചുവരിൽ തൂങ്ങി നിന്നും കോലം കാട്ടിത്തരും നീ. കോട്ടം കാട്ടിത്തരും, നേട്ടം കൂട്ടിത്തരും, നേരി ചൊല്ലിത്തരും നീ. കാലിൽ ചാരി നിന്നും ചുവരിൽ തൂങ്ങി നിന്നും കോലം കാട്ടിത്തരും നീ. കോട്ടം കാട്ടിത്തരും, നേട്ടം കൂട്ടിത്തരും, നേരി ചൊല്ലിത്തരും നീ. മിനുസമേറിടും നിന്മേനി, പൊടി നിറഞ്ഞാലോ കേടാകും. അലസമായി നീ വീണാലോ ഉടഞ്ഞു പോകും നിൻ പൂമേനി. ചില്ലിൻകൂട്ടിൽ കേറിക്കൂടി എന്നെപ്പോലെ ചേർന്നിരിക്കും. ഞാൻ കരഞ്ഞാലോ നീ കരഞ്ഞിടും, ഞാൻ ചിരിച്ചാലോ നീ ചിരിക്കും. ഞാൻ കരഞ്ഞാലോ നീ കരഞ്ഞിടും, ഞാൻ ചിരിച്ചാലോ നീ ചിരിക്കും. ചില്ലിൻകൂട്ടിൽ കേറിക്കൂടി എന്നെപ്പോലെ ചേർന്നിരിക്കും. ഒരിക്കൽ ഒരു രാജാവ് രാജ്യത്തെ എല്ലാ വൃദ്ധരെയും നാടുകടത്തണമെന്ന് ഉത്തരവിറക്കി. രാജാവിന്റെ ആജ്ഞയല്ലേ, അനുസരിക്കാതെ ഇരുന്നാൽ അവരുടെ തല പോകും. പട്ടാളക്കാർ ഓരോ വൃദ്ധരെയും കണ്ടുപിടിച്ച് നാടുകടത്തി. ഏതോ ഒരു മകൻ മാത്രം തന്റെ വൃദ്ധനായ പിതാവിനെ ആരും അറിയാതെ ഭൂമിക്കടിയിൽ നിലവറയുണ്ടാക്കി രക്ഷപ്പെടുത്തി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. അധികം താമസിയാതെ രാജ്യത്ത് കൊടിയ ഭക്ഷ്യക്ഷാമം തുടങ്ങി. മതിയായ ഭക്ഷണം കിട്ടാതെ ആളുകൾ മരണപ്പെട്ടു. ഒടുവിൽ കൃഷി ചെയ്യാൻ പോലും ഒരു മണി നെല്ല് കിട്ടാതെ ജനം വലഞ്ഞു. ഇങ്ങനെ പോയാൽ ഇനി നമ്മളടക്കം എല്ലാവരും പട്ടിണി കിടന്ന് മരിക്കും. ആരവിടെ? നമ്മുടെ രാജ്യത്തിലെ ഓരോ വീട്ടിലും കയറി ഇറങ്ങി കൃഷി ചെയ്യാനുള്ള വിത്തുകൾ ശേഖരിക്കുക. രാജാവിന്റെ ഉത്തരവ് കേട്ട് പടയാളികൾ വീട് വീടാന്തരം കയറിയിറങ്ങി വിത്തുകൾ അന്വേഷിച്ചു. എവിടെ നിന്ന് കിട്ടാൻ? രക്ഷയില്ലാതെ വന്നപ്പോൾ ആളുകൾ രാജ്യം വിട്ടു പോകാൻ തുടങ്ങി.
അങ്ങനെ പിതാവിനെ രഹസ്യമായി പാർപ്പിച്ച മകൻ ഒരു ദിവസം അച്ഛനെ കണ്ടു പറഞ്ഞു, അച്ഛാ, ഇനി നാം ഇവിടെ നിന്നിട്ട് കാര്യമില്ല. ഭക്ഷണമില്ലെന്ന് മാത്രമല്ല, ഒരു ഭക്ഷ്യധാന്യത്തിന്റെയും വിത്ത് പോലും കിട്ടാനില്ല. അതുകൊണ്ട് പട്ടിണി കിടന്നു മരിക്കാതെ നമുക്ക് സ്ഥലം വിടാം. എന്നാൽ ആ പിതാവ് അതിന് സമ്മതിച്ചില്ല. നീ നാളെ നമ്മുടെ ഗ്രാമത്തോട് ചേർന്നുള്ള കുന്നിൻ താഴ്വരയിൽ നാളെ മുതൽ കലപ്പ കൊണ്ട് ഉഴുത് എന്നും വെള്ളവും വളവും ഇടണം. അവിടെ കൃഷി ചെയ്യണം. ഒരു തരി വിത്തില്ലാതെ എങ്ങനെയാണ് അച്ഛാ കൃഷി ചെയ്യുക? എന്നാൽ പിതാവ് താൻ പറയുന്നത് പോലെ ചെയ്യാൻ അവനോട് പറഞ്ഞു. അനുസരണശീലമുള്ള ആ മകൻ താഴ്വാരത്തിലെ മണ്ണിനെ ഉഴുതുമറിച്ച് വെള്ളവും വളവും വിതറി. വിത്തില്ലാതെ കൃഷി ചെയ്യുന്ന അവന്റെ പ്രവൃത്തി കണ്ട് അവന് ഭ്രാന്തായെന്ന് എല്ലാവരും വിശ്വസിച്ചു. ആളുകൾ കളിയാക്കി. പക്ഷെ മകൻ അത് കേട്ടു പിന്മാറിയില്ല. അവൻ അച്ഛന്റെ വാക്ക് അക്ഷരം പ്രതി അനുസരിച്ചു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മകൻ ഉഴുതുമറിച്ച ഭൂമിയിൽ നെല്ലിന്റെ പുതുനാമ്പുകൾ തലപൊക്കി. നിമിഷ നേരത്തിനുള്ളിൽ ജനം അവിടേക്ക് ഒഴുകിയെത്തി. വിവരമറിഞ്ഞ രാജാവ് അവനെ പിടിച്ചുകൊണ്ടുവരാൻ പടയാളികളെ അയച്ചു. പടയാളികൾ വന്നപ്പോൾ നെൽവിത്തുകൾ നൽകാതെ ഒളിപ്പിച്ചു വെച്ച നിനക്ക് രാജ്യദ്രോഹത്തിന് നാം വധശിക്ഷ വിധിക്കുന്നു. പ്രഭു, മരിക്കുന്നതിന് മുമ്പ് എനിക്കൊരാഗ്രഹമുണ്ട്. അങ്ങയുടെ കൽപ്പന അനുസരിക്കാതെ ഞാൻ എന്റെ പിതാവിനെ എന്റെ വീടിന്റെ നിലവറയിൽ ഒളിപ്പിച്ചു സംരക്ഷിക്കുകയായിരുന്നു. എന്റെ പിതാവിന്റെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ അവരെ ഉഴുതുമറിച്ച് വെള്ളമൊഴിച്ചത്. ഒരു വിത്ത് പോലും എന്റെ കയ്യിലില്ലായിരുന്നു. അവിടെ മെയ്വിത്തുകൾ മുളച്ചതിന്റെ രഹസ്യം എന്റെ പിതാവിൽ നിന്നും അറിയാൻ എനിക്കും ആഗ്രഹമുണ്ട്. ഉടൻ തന്നെ പിതാവിനെ പിടിച്ചുകൊണ്ടുവരാൻ രാജാവ് കൽപ്പിച്ചു. രാജസന്നിധിയിൽ എത്തിയ വൃദ്ധനോട് രാജാവ് വിത്ത് വിതയ്ക്കാതെ നെൽച്ചെടികൾ വളർന്നു വന്നത് എങ്ങനെയെന്ന് അന്വേഷിച്ചു. അദ്ദേഹം പറഞ്ഞു, രാജൻ, എല്ലാ കൊല്ലവും ധാന്യങ്ങൾ നിറച്ച വണ്ടിയുമായി അയൽ രാജ്യത്തേക്ക് വിൽപ്പനയ്ക്ക് ഞങ്ങൾ പോയിരുന്നത് ആ കുന്നിൻ താഴ്വരയിൽ കൂടിയായിരുന്നു. ദുർഘടമായ ആ വഴിയിലൂടെ പോകുമ്പോൾ കാളവണ്ടിയുടെ ചക്രങ്ങൾ കുലുങ്ങി നെൽവിത്ത് മണ്ണിൽ വീണുപോകും. അതുകൊണ്ടാണ് അവിടെ ഉഴുതുമറിക്കാനും വെള്ളം ഒഴിക്കാനും ഞാൻ മകനോട് പറഞ്ഞത്. അവിടെ ഉറങ്ങിക്കിടക്കുന്ന വിത്തുകൾ ആവശ്യത്തിന് വെള്ളവും വെളിച്ചവും കിട്ടുമ്പോൾ മുളയ്ക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. രാജാവ് അതിശയത്തോടെ വൃദ്ധന്റെ വാക്കുകൾ കേട്ടിരുന്നു. നാട്ടിലെ വൃദ്ധരെ എല്ലാം നാടുകടത്തിയ താൻ എന്തു മണ്ടത്തരമാണ് ചെയ്തതെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. വൃദ്ധനായ പിതാവിന് കൈ നിറയെ സമ്മാനം കൊടുത്ത് രാജാവ് നാടുകടത്തിയ വൃദ്ധരെ എല്ലാം തിരികെ എത്തിക്കാൻ ഉത്തരവിടുകയും ചെയ്തു.